ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ ഉപകാരപ്രദമായ എന്നാൽ പലർക്കും പ്രത്യേകിച്ച് മുതിർന്നവർക്കൊക്കെ അറിയാത്ത ഒരു കാര്യം. വാട്സപ്പിലുള്ള ഒരു ഫീച്ചറല്ല ഇത്, മൊത്തത്തിൽ എല്ലാ ഡിവൈസുകളുടെ ഒരു ഫീച്ചറാണ്. നമ്മൾ ആൻഡ്രോയിഡ് ആവട്ടെ, ഐഫോൺ ആവട്ടെ, മറ്റ് ഏത് OS വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ, മൊബൈൽ ഫോൺ ആവട്ടെ, ലാപ്ടോപ്പുകളുടെ സിസ്റ്റം ഡിവൈസുകളാവട്ടെ, അതിലെല്ലാം ഇപ്പോഴും നല്ല കുറേ കാലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള നമുക്ക് എല്ലാം വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള പ്രയോജനകരമായിട്ടുള്ള ഒരു ഫീച്ചറാണ് കോപ്പി പേസ്റ്റ് എന്നുള്ളത്. നമുക്ക് വലിയ ഡിവൈസുകളാണെങ്കിൽ ഇപ്പോൾ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് ഉള്ളതൊക്കെയാണ്. നമുക്ക് ഫയലുകൾ പോലും വലിയ വലിയ ഫയലുകൾ, പിക്ചേഴ്സ്, ഏത് ഫോർമാറ്റിലുള്ള ഫയലുകൾ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഞാനിവിടെ പരിചയപ്പെടുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെയാണ് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ടെക്സ്റ്റുകൾ കോപ്പി ചെയ്ത് അത് വീണ്ടും പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ഒരു ലിസ്റ്റ് ഞാൻ ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ എടുക്കുന്നത് ഈ ഒരു ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റ് വേണമെങ്കിൽ എനിക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും മുകളിലായിട്ട്. അതിൽ ഫോർവേഡ് ചെയ്യാൻ നമുക്ക് കഴിയും, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. കാരണം അത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്, അത് യാതൊരു മാറ്റവും മറ്റൊരു ത്രെഡിലേക്ക് അല്ലെങ്കിൽ മെസ്സേജായിട്ട് മറ്റൊരു ഗ്രൂപ്പിലേക്കോ ചാറ്റിലേക്കോ പോവുകയാണ് ചെയ്യുക. എന്നാൽ എനിക്കിവിടെ വേണ്ടത് ഈ ഒരു സംഗതിയിൽ ഈ തന്നിട്ടുള്ള ഈ ഒരു മാറ്റർ, അതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാറുണ്ട്. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. പലപ്പോഴും വലിയ വലിയ മെസ്സേജുകൾ എടുത്താണ് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അതിൽ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിത് കോപ്പി ചെയ്തിട്ട് അത് പേസ്റ്റ് ചെയ്ത് നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടേതായ ഒരു മെസ്സേജായിട്ട് അയക്കുക എന്നുള്ളതാണ്. കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കോപ്പി ചെയ്യുക പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു കടയിലൊക്കെ പോയിട്ട് നമ്മൾ പുസ്തകം ഒക്കെ പ്രിൻ്ററിൽ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുക്കുന്ന സംഭവം, അതിൽ കോപ്പി എന്ന് പറഞ്ഞാൽ അവരത് അതുപോലത്തുള്ള മറ്റൊന്നാക്കി തരും. ഇവിടെ കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡിവൈസിനോട്, ഫോണാവട്ടെ, ആൻഡ്രോയിഡ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റു ലാപ്ടോപ്പ്, സിസ്റ്റം, കമ്പ്യൂട്ടർ, ഏത് ഡിവൈസ്, PC ഏത് ഡിവൈസും ആവട്ടെ, അതിലുള്ള മെമ്മറിയോട് നമ്മൾ പറയുകയാണ്, നിങ്ങൾ ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കണമെന്ന്. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മെമ്മറിയിലേക്ക് സൂക്ഷിക്കും. അങ്ങനെ മെമ്മറിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ഈ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നമ്മുടെ മെസ്സേജിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യാം. അതായത് ആ മെമ്മറിയിൽ നിന്ന് എടുത്ത് അതിനെ ഇവിടേക്ക് കോപ്പി ഉള്ള ഓപ്ഷനാണ്. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ മെമ്മറിയിലേക്ക് കോപ്പി ചെയ്ത സാധനം ഇവിടെ നമ്മുടെ മെസ്സേജിലേക്ക്, നമ്മൾ എഴുതുന്ന സ്ഥലത്തേക്ക് പേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്യുക. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ സംഗതി കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയില്ല. പിന്നെ പേസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ മുന്നിൽ എത്തുന്നത്. കാരണം നമ്മൾ ഈ ഒരു കണ്ടൻറ്റ് ഞാനിവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്കാണ് കോപ്പി ആവുന്നത്. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ അത് തിരിച്ചിവിടെ പേസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിവിടെ വരിക. അതിൻ്റെ കോപ്പി നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്, ഇങ്ങനെയുള്ളൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൽ ആക്കി പിടിക്കുക. ഇതിൽ മുകളിൽ ഓപ്ഷൻസ് ഉണ്ടാവും. ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി എന്നുള്ള ഓപ്ഷൻ കാണും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ മെസ്സേജ് കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇനി പേസ്റ്റ് ചെയ്യാനാണ്. ഇപ്പോൾ കോപ്പി ചെയ്ത് പൊതുവെ നമ്മൾ കോപ്പി ചെയ്യുക എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ഉദാഹരണം, നമ്മൾ റിയൽ വേൾഡ് എക്സാമ്പിളിൽ നമ്മൾ ഒരു കോപ്പി എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കോപ്പി ചെയ്ത് നമ്മൾ അതിൻ്റെ മെമ്മറിയിലേക്കാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ നമ്മുടെ ഈ ഒരു OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത് ഓർത്ത് വെക്കുന്നുണ്ട്. ഞാൻ ഈ സംഗതി കോപ്പി ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇനി നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ ഇത് ഇവിടെ വെച്ചിട്ട് കണ്ടോ, എൻ്റെ കീബോർഡ് ഇവിടെ സജഷൻ തരുന്നത് കാണും. ഈ 1ാമത്തെ വരിൽ കണ്ടോ, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നത് കാണും. പുതിയ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ പേസ്റ്റ് ചെയ്യാൻ അവിടെ ക്ലിക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. തൽക്കാലം ഞാൻ അതില്ലാതെ ഉള്ള ഓപ്ഷൻസാണ് കാണിക്കുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് നേരത്തെ ഞാനിവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ വന്ന് കീബോർഡിലേക്ക് പ്രസ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലേ, ഈ ഒരു വരിയിലായിട്ട് 6 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അത് എല്ലാ ഫോണിലും ലഭ്യമായിക്കൊള്ളണമെന്നില്ല. അതൊരു യൂണിവേഴ്സലായ ഒരു മെത്തേഡല്ല. യൂണിവേഴ്സലായ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, ഒരു ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ലോങ് പ്രസ് ചെയ്യുക. അതായത് നമ്മൾ നെക്കി പിടിക്കുക. ആ സമയത്തോടെ പേസ്റ്റിൻ്റെ ഓപ്ഷൻ വരും. അങ്ങനെ പേസ്റ്റ് നെക്കി കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ വിഷയം കൺഫ്യൂഷൻ ആകാനൊന്നുമില്ല.
നേരത്തെ പറഞ്ഞ പുതിയ ആൻഡ്രോയിഡ് ഫോണുകൾ കാണുന്ന ഫീച്ചറാണ്. ഇങ്ങനെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ അത് മുകളിൽ ദൃശ്യമാകുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നെക്കി പിടിച്ചിട്ട് വീണ്ടും എന്താണ് പേസ്റ്റിൻ്റെ ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ട ഓപ്ഷനില്ല. ആദ്യം തന്നെ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് വരുന്നൊരു ഓപ്ഷനാണ്. അത് ഒരു യൂണിവേഴ്സൽ ഫീച്ചർ അല്ലാതെ നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ ലഭ്യമായി കാണുന്നില്ല. എല്ലാവർക്കും വിഷയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറച്ച് ദീർഘമായിട്ടുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും വളരെ യൂസ്ഫുള്ളാണ്. എല്ലാവരുടെ ഇതേകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു കമൻറ്റ്, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.